കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. പിടിയിലായ ആന്ധ്രാപ്രദേശ് സ്വദേശികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരോധിച്ച 2000 രൂപ നോട്ടിടപാടിലെ പ്രധാനി ആന്ധ്രാപ്രദേശിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാവാണെന്ന് പ്രതികൾ മൊഴി നൽകി. ബോസ് എന്ന വിളിപ്പേരുള്ള ഇയാളെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2000 രൂപയുടെ പഴയ നോട്ടുകൾ മാറുന്നതിനായി റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ബോസ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പഴയ നോട്ടുകൾ വാങ്ങാൻ കാസർഗോഡ് എത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളുടെ പണം കാസർഗോട്ടുകാർ തട്ടിയതും തുടർന്ന് അത് തിരിച്ചുപിടിക്കാൻ ബോസ് ചുമതലപ്പെടുത്തിയ കഥയും പ്രതികൾ പറഞ്ഞത്. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേർ അറസ്റ്റിലായി. തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, നിരോധിത നോട്ടിടപാട് തുടങ്ങിയ സംഭവങ്ങളിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 4 പേരെയും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് വള്ളിയോടെ മുഹമ്മദ് ഹനീഫ, പാലക്കുന്ന് കോട്ടപ്പാറയിലെ എം ഷെരീഫ്, ചെർക്കള ബേവിഞ്ചയിലെ ബി നൂറുദ്ദീൻ, ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ കെ വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ ഷെരീഫ്, നൂറുദ്ദീൻ എന്നിവർക്കെതിരെ നേരത്തെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോട്ടുകാരുടെ കയ്യിലെ നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകൾ വാങ്ങാൻ ആന്ധ്രയിൽ നിന്നുള്ള സംഘം എത്തിയത് മുതലുള്ള പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. കർണാടക ഹാസൻ ജില്ലയിലെ സക്ലേഷ്പുരയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.